എവ്രിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നടനച്ചായത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇച്ചിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ബ്രിക്കോ ഡിപ്പോ എന്ന് പറയുന്നൊരു ഷോപ്പാണ്. അപ്പോൾ നമ്മുടെ ഫ്രാൻസിൽ, അതായത് ബെൽജിയത്തിൻ്റെ ബോർഡറിലായിട്ട് വരുന്ന ഫ്രാൻസ് സൈഡിൽ ഇങ്ങനെ ഒരു വലിയൊരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഞാൻ ഔഷാൻ വരുന്നതൊക്കെ. അപ്പോൾ ഔഷാൻ ഇരിക്കുന്ന ആ സെയിം ഏരിയയിൽ തന്നെ പല കടകളുണ്ട്. തുണികളായിക്കോട്ടെ, വീടിൻ്റെ ആക്സസറീസ് ആയിക്കോട്ടെ, റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഹോം മെയിൻ്റനൻസ്, ഡിക്കാത്തലോൺ, അങ്ങനെ കുറേ കടകളുണ്ട് ആ ഒരൊറ്റ ഏരിയയിൽ. അപ്പം വൺ സ്റ്റോപ്പ് ഷോപ്പിംഗ് ഏരിയയാണ് ഈ ഫ്രാൻസിലുള്ള ഔഷാനൊക്കെ ഇരിക്കുന്നത്. ഔഷാൻ ലീർസ് എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊണ്ട് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് വരുന്നത് നല്ലതായിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി സാധനങ്ങളൊക്കെ നമുക്കൊന്ന് വിലക്കുറവിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാം. അപ്പം ഈ ബ്രിക്കോ ഡിപ്പോ എന്ന് പറയുന്നത് നമ്മൾ ബൾക്കായിട്ട് വീടുണ്ടാക്കുന്നവർക്കൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു കടയാണ് കേട്ടോ. A to Z സംഭവങ്ങൾ നമുക്കിവിടെ കിട്ടും. മെയിൻ്റനൻസിനാണെങ്കിലും പണിയുന്നതിനാണെങ്കിലും എന്താണെങ്കിലും. ഞാൻ ഈ ഇലക്ട്രിക്കൽ സൈഡ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ നാട്ടിലെ കടയാണ് ഓർമ്മ വരുന്നത്. അപ്പം നമുക്കൊരു ഇലക്ട്രിക്കൽ ഗുഡ്സ് ഡീലർ ഷോപ്പാണ്. മുറിയാനിക്കൽ ബ്രദേഴ്സ് എന്ന് പറയും, കോട്ടയത്ത്. അപ്പം എൻ്റെ പേര് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ കിട്ടും. ഓക്കെ. അപ്പോൾ ഇത് മുമ്പ് പറഞ്ഞ പോലെ ഈ ഷോപ്പിൽ നമുക്ക് എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ കിട്ടും. വളരെ വിലക്കുറവിൽ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചാലും. നമ്മുടെ ബെൽജിയത്തിൽ, എനിക്കൊന്ന് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലും കാണും. ബെൽജിയത്തിൽ ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് വീട് പണിയണമെങ്കിലൊക്കെ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ അതിനൊക്കെ ട്രെയിനിങ് ഉണ്ട് കേട്ടോ, കുറച്ച് മാസത്തെ. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ വീടൊക്കെ സ്വന്തമായിട്ട് പണിയാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ വീട് പണിയാൻ പ്ലാനുള്ളവർ കോൺട്രാക്ടേഴ്സിനൊക്കെ ഏൽപ്പിക്കുവാണെങ്കിൽ തന്നെയും നമുക്ക് തന്നെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു കടയാണ്. കുറേ ഐറ്റംസൊക്കെ വീടിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതും മെയിൻ്റനൻസിനായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ ഇത് വേറൊരു ഷോപ്പാണ്, ലാ വില്ലയോ അങ്ങനെയുണ്ട്. ഇതിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ ഏത് ഷോപ്പാണെന്നുള്ള പേര് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ തുണികൾ, നമ്മുടെ പ്രിമാർക്ക് പോലെ തന്നെ വേറൊരു ഷോപ്പാണ്. അത്യാവശ്യം നല്ല കുറേ കളക്ഷൻസ് ഉണ്ട്. ഞാനിങ്ങനത്തെ ഷൂസ് കാണുമ്പോഴത്തേക്കും കുഞ്ഞിലേക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ പെൺപിള്ളേർക്ക് ചെറിയ ഹീൽസ് ഷൂസ് എടുത്തില്ലേ, അതാണ് ഓർമ്മ വന്നത്. പിന്നെ ഞാൻ ഈ ഒരു സ്ലിംഗ് ബാഗ് വാങ്ങിച്ചു കേട്ടോ. ഒത്തിരി പേർക്ക് ഉണ്ടായിരിക്കും ഇങ്ങനത്തെ സ്ലിംഗ് ബാഗ്, പക്ഷേ നല്ല അടിപൊളി ബാഗാണ് ഇത് കേട്ടോ. എത്ര റഫ് യൂസ് ചെയ്തിട്ടാണെങ്കിലും നല്ല കിടിലമായിട്ട് ഇപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ ഈ ബ്ലാക്ക് കളറാണ് ചൂസ് ചെയ്തത്. അപ്പോൾ റഫ് യൂസിന്, അതായത് ഞാൻ ഓഫീസിലൊക്കെ പോകുമ്പോൾ എനിക്ക് പേഴ്സും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ തന്നെ എപ്പോഴും വേണം. അപ്പം അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബാഗ് യൂസ് ചെയ്യും. ഇനി ഈ ഷോപ്പിൽ കുറച്ച് ബ്രാൻഡഡ് ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കെന്നിക്കൂട്ടിന് കുറച്ച് സമ്മർ ടൈം ആയതുകൊണ്ട് കുറച്ച് ചെരുപ്പൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്ന് നോക്കി. അപ്പോൾ ഞാനിത് വാങ്ങിച്ചവന് വേണ്ടിയിട്ട്. പിന്നെ വേറെ കുറേ ഓപ്ഷൻസൊക്കെ നോക്കി. പിന്നെ അവന് കുറച്ച് നല്ല ഫങ്കി ആയിട്ടുള്ള അണ്ടർവെയറുകൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ളത്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അവനെ കൊണ്ട് ഞാൻ കുറേ ചൂസ് ചെയ്യിപ്പിച്ചു. കുറച്ച് നോമിനലായിട്ടുള്ള റേറ്റാണ്. അപ്പോൾ ആൾക്കാർക്ക് ഇവിടെ വന്ന് തുണികൾ വാങ്ങിക്കണമെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. ബെൽജിയത്തിനേക്കാളും കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ കിട്ടും. ഇതാണ് കടയുടെ പേര്, ലാ ഹാലെ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഔഷാൻ്റെ സൈഡിലേക്ക് പോയി. അവിടെ തൊട്ടടുത്തൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഓഫറിൽ നമുക്ക് ഈ ബാത്ത് സോപ്പൊക്കെ കിട്ടും. പിന്നെ കൗഡാലി അതും വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മൾട്ടി വൈറ്റമിൻസ് ഒക്കെ നോക്കണമായിരുന്നു. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു വലിയ സംഭവം നെക്സ്റ്റ് ഡേ നടക്കുവാണ്. അതായത് ഞങ്ങളൊരു സ്റ്റേക്കേഷന് പോവാണ്. ഒരു കറക്കവും പെറുക്കവും സൈറ്റ് സീയിങ്ങും പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് സ്റ്റേ ചെയ്യുക, തിന്നുക, കുടിക്കുക, കുക്ക് ചെയ്യുക, ഉറങ്ങുക, റിപ്പീറ്റ്. ഇതിനായിട്ട് തന്നെ ഇട്ട് നമ്മൾ ഫ്രാൻസിൽ ഒരു വീടെടുത്തിട്ട്, ഒരു ഫാമിൻ്റെ അടുത്തുള്ള ഒരു വീടെടുത്ത് നമ്മളങ്ങോട്ട് പോവാം. ഇപ്പോൾ ഇത് കണ്ടോ, ബെൽജിയം പശുവാണ് കേട്ടോ. കണ്ട മസിൽമാന്മാരെ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇതാണ് സ്റ്റേ. അപ്പോൾ ഇനിയുള്ളത് ബാക്കി നിങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങളിത് കണ്ട് എൻജോയ് ചെയ്തോളൂ. അവന് മതി, വേറെ ആർക്കും വേണ്ട. കൊള്ളാമേ.
ആ ഇതിലേതാ കിച്ചൺ? ഇതാന്ന് തോന്നുന്നു കിച്ചൺ. ഇതാണ് കിച്ചൺ. എന്താ അവിടെ പോകാൻ കിടലം അല്ലേ? ഇങ്ങനെ സെൻറ്റർ ഇത്. ഇത് കൊള്ളാമല്ലോ. എങ്ങനെ തുറക്കുന്നു? ഓഹോ എനിക്ക് വയ്യ. ഓക്കെ നീയേ എങ്ങനെയുണ്ട് ലിസേ? ലിസേ ലിസേ ഞാൻ വാങ്ങിച്ച വീടാണ്. എങ്ങനെയുണ്ട്? ഇതോടെ ഈ പ്രാവശ്യം പോയിട്ട് ആ പക്ഷെ നമ്മള് വീട്ടിൽ വന്നപ്പോ നമ്മള് അതാ എടാ കെന്നിക്കുട്ടൻ എങ്ങനെയുണ്ട് ജിജോ വീട്? നല്ല അല്ലേ? കെന്നിക്കുട്ട കത്തുമ്മ അവനെ നോക്കണേ. എടാ അവനെ പിടിച്ചോണം കേട്ടാ. നീ ഇവിടെ നിന്ന് എഴുന്നേക്കേ ചെയ്യില്ല കേട്ടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിസാൻഡീനെ വിളിച്ചോണം കേട്ടാ. ഇത് കൊള്ളാം. ടോയ്ലറ്റ് ഇതുണ്ടോ? ഇത് കൊള്ളാലോ. പ്രിൻസസ് ഉടുപ്പും ഇത് കൊള്ളാലോ. ഇതുണ്ടോ? പ്രിൻസസ് ഉടുപ്പൊക്കെ അല്ലേ? ഓ ഇത് കണ്ടോ? ഇത് നല്ല രസമുണ്ടല്ലേ? പന്ത് സാധനം. എനിക്ക് ഇതിന് മണ്ടയ്ക്കിരുന്ന് ഇങ്ങനെ ചാടുന്നതായിരിക്കും അല്ലേ? താഴെ കിടന്ന് അതിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണോ? പന്തല്ലേ നമ്മുടെ മറ്റേ ചെങ്ങൻ ചെങ്ങൻ ഇരുന്നിട്ട് ചാടുന്നതാന്ന് തോന്നുന്നു. ഇനി ഇവ അച്ചായന്മാർ ഇവിടെ ആയിരിക്കുമല്ലോ ഇന്ന്. കോലിട്ട് കുത്തി കുത്തി തെറിച്ച്. ഇവിടെ ഗിറ്റാർ ലിസ ഒരു പ്ലേ ചെയ്തേ. ഗിറ്റാർ പ്ലേ ചെയ്തേ. സംഗീതം എനിക്ക് വയ്യ. ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കും. അയ്യോ ഇത് കാറ്റിയൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നു. കെന്നൂന് ഈ പാവയൊക്കെ കണ്ടിട്ട് ദഹിക്കുന്നില്ലെന്ന് തോന്നുന്നു. ബേബി കരയുവാണോ? ആ ഇത് കൊള്ളാലോ. ബസ്റ്റ് ബേബി സ്ലീപ്പ് ചെയ്യായിരുന്നു. കെന്നിക്കുട്ടാ ബാത്റൂമാണ്. കെന്നി കളിച്ചോ? ടോയ്സ് ഒക്കെ വെച്ച് കളിച്ചോ അല്ലേ കെന്നു? ബാർബിക്യൂ സ്പെഷ്യലിസ്റ്റ് അടിപൊളിയായിട്ട് നമ്മുടെ പോർക്ക് റിബ്സ് കുത്തി പൊളിച്ചോണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ രീതി അല്ലേ? അതെ മസാല കയറാനല്ലേ? അതെ സ്പെഷ്യലിസ്റ്റുകൾ ഇതൊന്നും കണ്ട് ഞങ്ങളെ കുറ്റം പറയരുത്. ഇത് ഞങ്ങളുടെ രീതിയല്ലേ?
ഇതോരോന്നും നമ്മൾ പെരട്ടി അതെ 2 പൊട്ടീറുകൾ എന്നിട്ട് നമ്മൾ കൂടിനകത്താക്കി എങ്ങനെ ഇങ്ങനെ ോ പിടിച്ചിട്ടുണ്ട് ഇല്ല പിന്നെ അല്ല കെനി വന്നേ ബാ കെന്നി അത് ചാടരുത് കേട്ടോ, അവൻ പാല് കുടിക്കുക. ഇപ്പൊ പുഷ് ചെയ്യാലോ, അമ്മയ്ക്ക് 2 കൈയല്ലേ ഉള്ളൂ, ഇപ്പൊ ചെയ്യാം. കത്തുമ്മ ഇഷ്ടായോടാ? കെന്നിക്കുട്ടന് ഇഷ്ടായോ? ആണോ? രാവിലെ എഴുന്നിട്ട് ഒരു കട്ടൻ കാപ്പിയേ. അതെ. White hours is from 10 to 8. അതെന്റെയാ. 10 വരെ 10 ആയിടി. അങ്ങനെ പറഞ്ഞിട്ടില്ല. മരയുടെ മറ്റേ ഇതിനകത്താ. ഇത് പാട്ട് വെക്കാൻ പറ്റത്തില്ല. ബെല്ല 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 ബെല്ല. Same color rava or same number rava. Okay. Like in case I am just it 8. അടുത്തറിയത്ത് വേറെ ആള് ഈ റെയിൻബോ കിട്ടിയാൽ നമുക്ക് ചൂസ് ചെയ്യാം കളർ. ഓക്കെ. ആൻഡ് തീ കായാണ് കെട്ടുപോകോടെ കുറെ കൂടെ ഇടണോടാ? അല്ല ഇതായിരിക്കും അല്ലേ കറക്റ്റ്? കുറെ കൂടെ കനലിടണം. മതിയോ? ഓ എന്റെ
മറിക്കടാ. തീറ്റി അല്ലടാ. ആ പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണ് നീ, നടുക്കിരുന്നവള. എപ്പടി എടി ആ അമ്മു എടാ. പ്ലേറ്റ് എടുത്താ നീ. എടാ നമ്മുടെ ഐസ്ക്രീം എടുക്കട്ടെയോ? എടുത്തോ. എല്ലാം എടുത്തില്ലല്ലോ.